ഹായ് എവറി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. IDBI ബാങ്കിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് IDBI ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2025 ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം IDBI ബാങ്ക് ലിമിറ്റഡ് പുറത്തിറക്കി. ബിരുദയോഗ്യത നേടിയ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ബാങ്കിംഗ് ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള ഈ 676 ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവുകൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 8/5/2025 മുതൽ 20/5/2025 വരെ ഓൺലൈനായി ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് IDBI ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2025 ഹൈലൈറ്റുകളാണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് IDBI ബാങ്ക്, തസ്തികയുടെ പേര് ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ, ജോലി തരം കേന്ദ്ര സർക്കാർ ജോബാണ്, റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 8/5/2025, അവസാന തീയതി 20/5/2025 ആണ്. അതിനു മുമ്പേ ആയിട്ട് താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. കുറഞ്ഞത് 20 വയസ്സ്, പരമാവധി 25 വയസ്സ്. അതായത് സ്ഥാനാർത്ഥി 2/5/2000 മുമ്പോ 1/5/2005 ശേഷമോ ജനിച്ചവർ ആയിരിക്കണം, 2 തീയതികളും ഉൾപ്പെടെ. പ്രായ ഇളവ് OBC NCL സ്ഥാനാർത്ഥികൾ 3 വയസ്സ്, SC/ST സ്ഥാനാർത്ഥികൾ 5 വയസ്സ്, PWBD സ്ഥാനാർത്ഥികൾ 10 വയസ്സ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. IDBI ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2025 ജനറൽ EWS OBC ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾ, അതായത് AICTE UGC മുതലായവ അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് 60% സ്കോറുള്ള ബാച്ചിൽ ബിരുദം. SC/ST PWBD ഉദ്യോഗാർത്ഥികൾക്ക് 55% ഡിപ്ലോമ കോഴ്സ് മാത്രം പാസ്സായതായി യോഗ്യതാ മാനദണ്ഡമായി കണക്കാക്കില്ല. ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടറുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. SC/ST PWBD ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്നാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഓൺലൈൻ ടെസ്റ്റ്, രേഖകളുടെ പരിശോധന, പ്രീ റിക്രൂട്ട്മെൻറ്റ്, മെഡിക്കൽ ടെസ്റ്റ്, വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. IDBI ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2025 ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് ഒഴിവുകളുടെ വിശദാംശങ്ങളാണ്. നഗരം 271, പട്ടികജാതി 140, പട്ടികവർഗം 74 വേക്കൻസി, OBC 124 വേക്കൻസി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ 67 വേക്കൻസി, PWD 31 വേക്കൻസികൾ. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. 2025 മെയ് 8 മുതൽ 2025 മെയ് 20 വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യയോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.